അച്ഛാ, ദേവ് എല്ലാതും ശരിയായ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങളോട് രണ്ടുപേരോടും. ധ്രുവ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ ഇരുവരും അവനെ നോക്കി. എനിക്ക് ഒരു കുട്ടിയെ ഇഷ്ടമാണ്. ആഹാ, ദാറ്റ് ഈസ് എ ഗുഡ് ന്യൂസ്. ആരെയാ മോനെ? അത് ദേവിൻ്റെ സിസ്റ്റർ സ്വാതി. ദേവ്, ഐ ആം സോറി. നിന്നോട് മുന്നേ പറയണമായിരുന്നു. ബട്ട് ഇന്നലെയാണ് അവൾക്ക് തിരിച്ച് അങ്ങനെ ഒരു ഇഷ്ടമുള്ളത് കൺഫേം ചെയ്തത്. പിന്നെ അച്ഛനും അമ്മയ്ക്കും സ്വാതിക്കും ഇഷ്ടമാവും. ഐ ആം ഷുവർ. നിന്റെ ഏത് ഇഷ്ടത്തിലാണ് ഞങ്ങൾ എതിര് നിന്നിട്ടുള്ളത്? നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ, അല്ലേ സുഭദ്രേ? ആ ഏട്ടാ, നിന്റെ ഇഷ്ടമാണ് ഞങ്ങളുടേതും. ഇനി ദേവുമോൻ പറയട്ടെ. മോന് സമ്മതമല്ലേ? ഇവിടെ മോൻ്റെ അനിയത്തിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സ്വന്തം മോളെപ്പോലെ നോക്കിക്കോളാം. വെറും വാക്ക് പറയല്ല, അമ്മയെ വിശ്വസിക്കാം. സുഭദ്ര ദേവിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് പറഞ്ഞതും. അയ്യോ, എനിക്കൊരു എതിർപ്പുമില്ല ആൻറ്റി. സന്തോഷം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഫാമിലിക്ക് അവളെ പറഞ്ഞയക്കുന്നതിലും അതിലുപരി ധ്രുവിന് എൻ്റെ അനിയത്തിയെ കൊടുക്കുന്നതിലും. ധ്രുവിനെ നോക്കി ദേവ് പറഞ്ഞതും ധ്രുവ് അവനെ ഹഗ് ചെയ്തു. എന്നാൽ അങ്കിൾ ആൻറ്റി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, പിന്നെ ഒരു ദിവസം വാ. അഭി മാധവനോട് ഇക്കാര്യം എങ്ങനെയെങ്കിലും അറിയിക്കാൻ നോക്ക്. എന്നാൽ അതേ മുഹൂർത്തത്തിൽ നമുക്ക് 2 വിവാഹവും നടത്താലോ. ശ്രമിക്കാം അങ്കിൾ. അച്ഛനെ എങ്ങനെ ഇതൊക്കെ അറിയിക്കുമെന്ന് ഞങ്ങൾക്ക് യാതൊരു ഐഡിയയുമില്ല. എനിവേ, നോക്കട്ടെ. എന്നാൽ ഞങ്ങൾ ഇറങ്ങി. ആഹാ, അവൾ നമ്മൾ അറിയാതെ ലൈൻ വലിക്കുകയായിരുന്നു അല്ലേ? ഇതിന് നമുക്കൊരു പണി കൊടുത്താലോ ദേവ്? പാർത്തി വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് പറഞ്ഞ് ദേവിനെ നോക്കിയതും അവൻ ഉണ്ട് ദേഷ്യത്തോടെ നോക്കുന്നു. സോറി, നിന്റെ അനിയത്തിയാണെന്ന് മറന്നുപോയി. അനിയത്തിയാണെങ്കിലും എന്താ, ഉറപ്പായും പണി കൊടുക്കാം. നമുക്ക് അവളെ ഒന്ന് പേടിപ്പിക്കാം. നീ വണ്ടിയെടുക്ക്. ആഹാ, ബെസ്റ്റ്. അവൻ അല്ലെങ്കിൽ ഒരു പിരി ലൂസാണെന്ന് വിചാരിക്കാം. നിനക്കത് എന്തിൻ്റെ കേടാടാ ദേവ്? അത് എങ്ങനെ ശരിയാകും? ഞാൻ അവളുടെ ഏട്ടനല്ലേ. അപ്പോൾ കുറച്ച് പേടിപ്പിക്കാം. ദേവ് പറഞ്ഞത് കേട്ടതും പിന്നെ അഭി ഒന്നും പറയാൻ പോയില്ല. അവരായി അവരുടെ പാടായി എന്ന് വെച്ചു. ഡാ പാർത്തി, നീ ധ്രുവിനെ വിളിച്ച് അവിടെ നടന്നതൊന്നും അവളെ വിളിച്ച് പറയരുതെന്ന് പറ. ഡൺ. കാറിൽ കയറിയതും ദേവ് പറഞ്ഞ ബാക്ക് സീറ്റിലിരുന്ന് പാർത്തി തബ്സപ്പ് കാണിച്ച് ഫോൺ ചെയ്യാൻ തുടങ്ങി. അഭി ഇവരുടെ ഒരു കാര്യമെന്നും പറഞ്ഞ് കാർ ഡ്രൈവ് ചെയ്തു. ദേവ് കോ ഡ്രൈവർ സീറ്റിൽ ഫോണിൽ നന്ദയോട് ചാറ്റ് ചെയ്തു കൊണ്ടിരുന്നു. വീട് എത്തിയതും അവർ നേരെ സ്വാതിയുടെ റൂമിലേക്ക് പോയി. അവിടെ നന്ദയും സ്വാതിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പാർത്തി അഭിക്കും ദേവിനും മുന്നിൽ കയറി നിന്നു. സ്വാതി. പാർത്തിയുടെ രോഷത്തിലുള്ള വിളി കേട്ടതും സ്വാതിയും നന്ദയും ഞെട്ടി ഡോറിൻ്റെ അങ്ങോട്ട് നോക്കി. പാർത്തിയാണെന്ന് കണ്ടതും രണ്ടുപേരും അവരുടെ പണി തുടർന്നു. എന്തെന്നോടാ? മാറി നിൽക്ക് അങ്ങോട്ട്. സ്വാതി. ആ, ഏട്ടനോ? പോയ കാര്യം എന്തായി? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഇപ്പോൾ ഇത് പറ. എന്താ ഏട്ടാ? ദേവിൻ്റെ ഗൗരവമേറിയ സംസാരം കേട്ടതും സ്വാതി ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? ഒട്ടും പ്രതീക്ഷിക്കാത്ത ദേവിൻ്റെ ചോദ്യം കേട്ടതും സ്വാതിയും കേട്ടതും വിശ്വസിക്കാനാവാതെ നന്ദയും ഞെട്ടി അവനെ നോക്കി. നന്ദ സ്വാതിയെ അതുപോലെ നോക്കി. ഏട്ടാ, അത് പിന്നെ ഞാൻ ചോദിച്ചതിന് വ്യക്തമായ മറുപടി പറ. ഉണ്ട്. ആരാ? അത് ധ്രുവ്. ധ്രുവോ? നന്ദ വിശ്വസിക്കാനാവാതെ ചോദിച്ചു. സ്വാതി പതുക്കെ തലയാട്ടി. സോറി ഏട്ടാ, അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി. നിഷ്കളങ്കമായി പറയുന്ന സ്വാതിയെ കണ്ടതും ദേവു ഒപ്പം പാർത്തിയും അഭിയും ഉറക്കെ പൊട്ടിച്ചിരിച്ചു. സ്വാതി അത്ഭുതത്തോടെ അവരെ നോക്കി. ദേവ് അവളുടെ അടുത്ത് ചെന്ന് ഷോൾഡറിലൂടെ ചേർത്ത് ഷോൾഡറിലൂടെ പിടിച്ചു. അതിനെന്താടി? നീ പറയാത്തത് കൊണ്ട് ഞങ്ങൾ നിന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ. ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടാ വരുന്നത്. നീ അച്ഛനെയും അമ്മയെയും വിളിച്ച് പറഞ്ഞ് എല്ലാം സെറ്റാക്കണം, അത്ര തന്നെ. താങ്ക് യു ഏട്ടാ. സ്വാതി ദേവിനെ ഉറക്കെ കെട്ടിപ്പിടിച്ചു. മറ്റ് എല്ലാവരും സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി നിന്നു. ദിവസങ്ങൾ അതിവേഗം കൊഴിഞ്ഞുപോയി. ഇതുവരെ മാധവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു അവസരവും അവർക്ക് ലഭിച്ചില്ല. നന്ദയുടെ വീട്ടിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ധ്രുവിൻ്റെ വീട്ടിൽ ദേവിൻ്റെ ഫാമിലിയെ സ്വീകരിക്കാനുള്ള ചെറിയ ഒരുക്കങ്ങൾ മാത്രമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. സ്വാതിയുടെയും
ധ്രുവിൻ്റെയും കാര്യം അറിഞ്ഞതും മഹേശ്വർ ലക്ഷ്മിയും എതിര് പറയാതെ നാട്ടിൽ വരുമ്പോൾ വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇന്നാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. നന്ദയുടെ അടുത്തേക്കാണ് ആദ്യം വരുന്നത്. ആദിയും വരുന്നുണ്ട്. ഇന്ന് നന്ദയുടെ വീട്ടിൽ ഹൽദിയാണ്. മഞ്ഞ നിറത്താൽ നന്ദയുടെ വീട് ഹൽദിക്കായി ഒരുങ്ങി. ഹാളിൽ ഒരു സൈഡിൽ മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജിലെ കുഞ്ഞു ടേബിളിൽ മഞ്ഞ നിറത്തിലുള്ള മധുര പലഹാരങ്ങൾ ഓരോ പ്ലേറ്റായി നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മഞ്ഞളും അത് തേക്കാൻ വേണ്ടി ഉള്ള ഇലയും മറ്റൊരു പ്ലേറ്റിലുമുണ്ട്. ആളും ആരവങ്ങളും നിറഞ്ഞ നന്ദയെ കൂട്ടി സ്വാതിയും അവളുടെ അമ്മയും ചെറിയമ്മയും വന്നു. മഞ്ഞ നിറത്തിലുള്ള ധാവണിയാണ് നന്ദയുടെ വേഷം. ഓർണമെന്റ്സിനായി പൂക്കളാണ് അണിഞ്ഞിരിക്കുന്നത്. മറ്റെല്ലാവരും ഫാൻസിനു വേണ്ടി മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സാണ്. നന്ദയെ സ്റ്റേജിൽ കൊണ്ട് ഇരുത്തിയതും ചടങ്ങുകൾ തുടങ്ങി. മഞ്ഞൾ ഇലയിലാക്കി കവിളിലും കൈയിലും കാലിലും ഓരോരുത്തരായി തേച്ചു കൊടുത്തു. പാർത്തി വാരി തേക്കാൻ നിന്നതും അത് മുന്നിൽ കണ്ട് നന്ദ തല വെട്ടിച്ചു. മഞ്ഞൾ നേരെ കൊണ്ടത് അബിയുടെ മുഖത്തേക്കാണ്. നന്ദയും മറ്റുള്ളവരും അത് കണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അബി മുഖത്തെ മഞ്ഞൾ കൈകൊണ്ട് നീക്കി ദേഷ്യത്തിൽ പാർത്തിയെ നോക്കി. പാർത്തി ഒന്ന് ഇളിച്ചു കാണിച്ചു. ഒരൊറ്റ ഓട്ടമായിരുന്നു. നിൽക്കടാ അവിടെ. കൈ നിറയെ മഞ്ഞൾ വാരിയെടുത്ത് അവന് പുറകെ അബി ഓടി. കൂട്ടച്ചിരി. അവിടെ മുഴങ്ങുമ്പോഴെല്ലാം ദേവിൻ്റെ കണ്ണുകൾ നന്ദയിൽ തങ്ങി നിന്നു. പെട്ടെന്ന് പുറത്തൊരടി കിട്ടിയതും ദേവ് ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. ആദ്യം ഉണ്ട് പുറകിൽ ഇളിച്ചുകൊണ്ട് നിൽക്കുന്നു. സോറി, വേദനിച്ചോ? ഇല്ലടാ, നല്ല സുഖാ, ദാ ഇതുപോലെ. ആദിയെ കുനിച്ചു നിർത്തി മുതുകിനൊരു കുത്തു കൊടുത്ത് കൊണ്ട് മതി ഏട്ടാ, നിർത്ത്. അങ്കിൾ, ഇവനൊന്ന് പിടിച്ചു മാറ്റ്. ഡാ ആനന്ദേ, നിന്റെ ഏട്ടൻ എന്നെ കൊല്ലുന്നെന്ന്. മുന്നേ വേഗം വന്ന് രക്ഷിക്കടാ. ദേവ് അവനെ വിട്ടേക്ക്. മഹേശ്വർ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. പുറകിൽ തന്നെ ചിരിയോടെ ലക്ഷ്മിയും അവിടെ നടക്കുന്നതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ ഫോണിൽ കളിച്ചു വരുന്ന ആനന്ദും. അച്ഛാ. ദേവ് മഹേശ്വറിനെയും ശേഷം ലക്ഷ്മിയെയും ഹഗ് ചെയ്തു. അച്ഛാ, അമ്മ. സ്വാതി എവിടെ നിന്ന് ഓടി അവർക്കടുത്തേക്ക് വന്നു. ആ, വന്നല്ലോ നമ്മുടെ പുതുമണവാട്ടി. പുതുമണവാട്ടിയോ? ആ, ഇനി നിന്റെ കല്യാണമല്ലേ? പോ ആദിയേട്ടാ. ഓ ഗോഡ് ദേവിയെ, നോക്കടാ, നിന്റെ അനിയത്തിക്ക് നാണം. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. അച്ഛാ, അത് വിട്ടുകളാ. അപ്പോഴാണ് സ്വാതി മാറി നിന്ന് ഫോണിൽ കളിക്കുന്ന ആനന്ദിനെ കണ്ടത്. അവൾ നെറ്റി ചുളിച്ച് അവൻ്റെ അടുത്തേക്ക് പോയി. അവൻ്റെ ഫോണ് തട്ടിപ്പറിച്ചു. എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ എന്താ എനിക്ക് ഇത്ര ഈ ഫോണിൽ എന്ന് എനിക്കൊന്നറിയണം. ഡി, കളിക്കാതെ ഫോൺ തന്നേ. പോടാ. അച്ഛാ, ദേ ഇവനൊരു ചേച്ചിയോട് ചാറ്റ് ചെയ്യുന്നു. സ്വാതി, എൻ്റെ ഫോൺ താ. സ്ഥാപിച്ചു IR. സത്യം പറഞ്ഞോ, ആരാ ഇത്? നിനക്കൊക്കെ പാർട്ട്ണറെ കിട്ടിയില്ലേ? അപ്പോൾ ഞാൻ നിൻ്റെ മൂത്തതല്ലേ? നിങ്ങൾക്കാർക്കും ഉത്തരവാദിത്തമില്ല എന്ന് വെച്ചിട്ട്? അതുകൊണ്ട് ഞാൻ തന്നെ എനിക്കൊരാളെ കണ്ടെത്തിയത്. ആനന്ദിൻ്റെ സംസാരം കേട്ടതും അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. സ്വാതി അന്തം വിട്ട് അവനെ തന്നെ നോക്കി നിന്നു. നിങ്ങൾ ഇവിടെ തല്ലുകൂടി നിന്നോ? വാ ഏട്ടാ, നമുക്ക് നന്ദ മോളെ കണ്ടിട്ട് വരാം. ആ, ലക്ഷ്മി അതും പറഞ്ഞ് മഹേശ്വറിൻ്റെ ഒപ്പം നന്ദക്കടുത്തേക്ക് നടന്നു. സ്വാതി അവനെ ഒന്ന് പുച്ഛിച്ചു മുഖം കൊട്ടി അവർക്ക് പുറകെ പോയി. ലക്ഷ്മിയെയും മഹേശ്വരനെയും കണ്ടതും നന്ദ ഒരുപാട് സന്തോഷിച്ചു. ആ, വരൂ, നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം മോളെ. ഗൗരി അതും പറഞ്ഞ് അവരെ നന്ദക്കടുത്തേക്ക് കൊണ്ടുപോയി. ലക്ഷ്മി ചിരിയോടെ കുനിഞ്ഞ് മഞ്ഞൾ ഇലയിലാക്കി അവൾക്ക് തേച്ചു കൊടുത്തു. ലക്ഷ്മി നിറ കണ്ണോടെ അവരെ നോക്കി. എല്ലാം ശരിയാകും, മോള് സങ്കടപ്പെടാതെ. ലക്ഷ്മി സ്നേഹത്തോടെ അവളെ നെറുകയിൽ മുത്തി. മഹേശ്വറും മഞ്ഞൾ തേച്ച് അവളുടെ തലയിൽ സ്നേഹത്തോടെ തലോടി ഇറങ്ങി. ദേവ്, ഇനി എന്താ നിന്റെ പ്ലാൻ? അബി, ഞാൻ ഇനി പറയാൻ പോകുന്നത് അത്ര ഈസിയായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഇതുവരെ നമ്മൾ പല വഴിക്ക് കാര്യങ്ങൾ അറിയിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല. ഇനിയാണെങ്കിൽ നമ്മുടെ കയ്യിൽ സമയവുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്തു വന്നാലും ഇന്ന് തന്നെ നിന്റെ അച്ഛനോട് എല്ലാം തുറന്നു പറയാനാണ്. ദേവ്, നീ ഇത് ആലോചിച്ചിട്ട് തന്നെയാണോ? വല്യച്ഛൻ ഒരിക്കലും നിങ്ങൾ ഒരുമിക്കാൻ സമ്മതിക്കില്ല. പാർത്തി, ഞാൻ ഇത് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. മാധവൻ അങ്കിൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും
നന്ദയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അങ്കിൾ സമ്മതിച്ചാൽ നല്ല രീതിയിൽ നന്ദയെ എൻ്റേതാക്കും. ഇല്ലെങ്കിൽ ആദ്യം നമുക്ക് ഇക്കാര്യം നന്ദയെ അറിയിക്കണം. ദേവ്, നീ പറയുന്നത് പോലെ ചെയ്യാം. അല്ലാതെ ഇനി ഒരു വഴിയും നമ്മുടെ മുന്നിലില്ലല്ലോ. അഭി പറഞ്ഞതും ദേവ് അവൻ്റെ തോളിൽ തട്ടി. എങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അവളോട് ഇക്കാര്യം പറയാം. ആദി, നീ ഇവിടെ മുഴുവൻ ടീം ലേറ്റ് ആക്കണം. പാർത്തി, നീ എല്ലാവരെയും ഡാൻസ് ചെയ്യിപ്പിക്കണം. ആ നേരം കൊണ്ട് ഞാൻ അവളോട് കാര്യം പറയാം. ഓക്കെ? അവർ എല്ലാവരും ഓരോ വഴിക്ക് പോയി. പാർത്തിയും അഭിയും നേരെ പോയത് നന്ദയുടെ അടുത്തേക്കാണ്. ആദി ലൈറ്റ് ഓഫ് ചെയ്ത് ടിം ലൈറ്റ് ഇട്ടതും ആനന്ദ് അവിടെയുണ്ടായിരുന്ന സ്റ്റീരിയോയിൽ നിന്നും ഉറക്കെ പാട്ട് വെച്ചു. അവിടമാകെ ഉയർന്ന ഗാനത്തിൻ്റെ വരികൾക്ക് ചുവട് വെച്ച് അഭിയും പാർത്തിയും ഡാൻസ് കളിക്കാൻ തുടങ്ങി. ദേവു അവർക്കൊപ്പം കൂടിയതും എല്ലാവരും ഉല്ലസിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി. സ്വാതി അവിടെയുള്ള പെൺകുട്ടികളുടെയും കൂട്ടി അവർക്കൊപ്പം ചേർന്നു. താളം ചവിട്ടി പാർത്തി നന്ദയെയും ഡാൻസ് കളിക്കാൻ കൊണ്ടുവന്നതും എല്ലാവർക്കൊപ്പം അവളും കൂടി. ദേവ് മെല്ലെ നന്ദയ്ക്കടുത്തേക്ക് ഡാൻസ് കളിച്ചു കൊണ്ടു ചെന്നു. നന്ദ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ കൂടെ വാ. ദേവ് അവളോട് ചേർന്ന് നിന്ന് പറഞ്ഞതും നന്ദ സംശയത്തോടെ അവനെ നോക്കി. പിന്നെ ചുറ്റും നോക്കി. അവൻ നീട്ടിയ കൈകളിൽ കൈകോർത്ത് മെല്ലെ അവിടെ നിന്ന് ആരും ശ്രദ്ധിക്കാത്ത ഒരിടത്തേക്ക് മാറി. പാട്ടിനൊപ്പം താളം ചവിട്ടി ആഹ്ലാദിക്കുന്ന ആരും അവരെ കണ്ടില്ല. ദേവ് അവളെയും കൊണ്ട് അടുക്കള ഭാഗത്തേക്കാണ് പോയത്. ദേവേട്ടാ, എന്തു പറ്റി? നന്ദ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി നമ്മുടെ കയ്യിൽ ഈ ഒരു ദിവസം മാത്രമുള്ളൂ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഇന്ന് ചെയ്യണം. അതുകൊണ്ട് നീ നമ്മുടെ കാര്യം നിന്റെ അച്ഛനോട് പറയണം. ഞാനോ? ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും നിന്റെ കൂടെ. നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എനിക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടല്ല. ഇനിയെങ്കിലും നിന്റെ കാര്യം അച്ഛനോട് തുറന്ന് നീ സംസാരിക്കണമെന്ന് നിന്റെ അച്ഛൻ അത് മനസ്സിലാക്കണം എന്നും എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷേ അച്ഛൻ, എന്നെ കൊണ്ട് കഴിയും. നീ ടെൻഷൻ ആവാതെ, ഞങ്ങളെല്ലാം ഉണ്ട് കൂടെ. അച്ഛൻ നോ പറഞ്ഞാലോ? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ കൊണ്ടേ പോകൂ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ട്രസ്റ്റ് മീ. നന്ദ സന്തോഷത്തോടെ അവനെ പുണർന്നു. ദേവ് അവളെയും ചേർത്ത് പിടിച്ചു. ഞാൻ പറയാം. അതും പറഞ്ഞ് അവനിൽ നിന്നും അവൾ വിട്ടുമാറി. ദേവ് ഒന്ന് ചിരിച്ചു. നന്ദ അവനെ ഒന്ന് നോക്കി. പോട്ടെ എന്നും പറഞ്ഞ് തിരിഞ്ഞു പോകാൻ നിന്നതും ദേവ് അവളുടെ കൈ പിടിച്ചു നിർത്തി. എല്ലാവരും തകർത്ത് ഡാൻസ് കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മാധവന് ഒരു അത്യാവശ്യ കോൾ വന്നത്. അവിടെ നിന്നാൽ ഒന്നും കേൾക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പ്രവീൺ പാർത്തിയുടെ അച്ഛനോട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ശബ്ദം കേൾക്കാത്ത അടുക്കള ഭാഗത്തേക്ക് മാറി കോൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നും അറിയാതെ കുറച്ചപ്പുറത്തായി നന്ദയെ പോകാൻ സമ്മതിക്കാതെ കയ്യിൽ പിടിച്ച് കള്ളച്ചിരിയോടെ നിൽക്കുകയാണ് ദേവും. ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിയിച്ച് നന്ദയും. ദേവേട്ടാ, വിട്. പാട്ട് നിന്നു എന്നാ തോന്നുന്നത്. ആരെങ്കിലും വരും. കൈ വലിക്കുന്നതോടൊപ്പം അവൾ പറഞ്ഞു. ദേവ് കള്ളച്ചിരിയോടെ അവളെ വലിച്ചു തൻ്റെ നെഞ്ചത്തോട് ചേർത്ത് പുറകിലൂടെ കൈയിട്ട് ലോക്ക് ചെയ്തു. ദേവേട്ടാ, കളിക്കാതെ വിട്ടേ, നന്ദ കുതറിക്കൊണ്ട് പറഞ്ഞു. ദേവ് കള്ളച്ചിരിയോടെ അവളുടെ കവിളിനോട് കവിൾ ചേർത്ത് ഉരസി. നന്ദയ്ക്ക് ആരെങ്കിലും കാണുമെന്ന പേടിയുള്ളത് കൊണ്ട് അവൾ അവനെ പരമാവധി തള്ളാൻ നോക്കി. പാട്ടിൻ്റെ ശബ്ദമാണെങ്കിൽ തീർത്തും നിന്നിരുന്നു.